സർക്കാരുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കും വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക. രാജ്യത്തെ മൾട്ടിപ്ലക്സ് തിയേറ്ററുകളിൽ ഈടാക്കുന്ന അമിത നിരക്കിൽ ആശങ്ക പ്രകടിപ്പിച്ച് സുപ്രീം കോടതിയും ടിക്കറ്റ് നിരക്ക് ന്യായമായി നിശ്ചയിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു. ഭക്ഷണപാനീയങ്ങളുടെ വിലയും ക്രമീകരിക്കണം, ഇല്ലെങ്കിൽ തിയേറ്ററുകൾ കാലിയാക്കുമെന്നും ജസ്റ്റിസ് വിക്രംനാഥും ജസ്റ്റിസ് സന്ദീപ് മേത്തയും അടങ്ങിയ ബെഞ്ച് നിരീക്ഷിച്ചു. മൾട്ടിപ്ലക്സ് ടിക്കറ്റ് വില 200 രൂപയായി പരിമിതപ്പെടുത്താനുള്ള കർണാടക സർക്കാരിന്റെ തീരുമാനം സ്റ്റേ ചെയ്യുന്നതിനെ കർണാടക ഹൈക്കോടതി ഡിവിഷണൽ ബെഞ്ച് ഏർപ്പെടുത്തിയ വ്യവസ്ഥകളെ ചോദ്യം ചെയ്ത് മൾട്ടിപ്ലക്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയും മറ്റുള്ളവരും സമർപ്പിച്ച ഹർജികളാണ് സുപ്രീം കോടതി പരിഗണിച്ചത്. ഒരു കുപ്പി വെള്ളത്തിന് 100 രൂപയും ഒരു കാപ്പിക്ക് 700 രൂപയുമാണ് ഈടാക്കുന്നതെന്നും ഇത് ന്യായമാണോ എന്ന് കോടതി തിയേറ്ററുകൾ ഉടമയോട് ചോദിച്ചു. എന്നാൽ താജ് ഹോട്ടലിൽ ഒരു കാപ്പിക്ക് 1000 രൂപയാണ് ഈടാക്കുന്നത് എന്നായിരുന്നു മൾട്ടിപ്ലക്സ് അസോസിയേഷന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ മുകുൾ റോഹ്തഗി വാദിച്ചത്. സിനിമാ വ്യവസായം താഴേക്ക് പോകുമ്പോൾ ആളുകൾ വന്ന് ആസ്വദിക്കാൻ കഴിയുന്ന തരത്തിലാക്കുക, അല്ലാത്ത പക്ഷം സിനിമാ തിയേറ്ററുകൾ ശൂന്യമാകുമെന്ന് ജസ്റ്റിസ് വിക്രംനാഥ് മുന്നറിയിപ്പ് നൽകി. എന്നാൽ എന്ത് തിരഞ്ഞെടുക്കണമെന്നത് ഉപഭോക്താവിന്റെ തീരുമാനമാണെന്നും മൾട്ടിപ്ലക്സുകൾ വേണ്ടാത്തവർക്ക് മറ്റു തിയേറ്ററുകൾ പോകാമല്ല എന്നും റോഹ്തഗി വാദിച്ചു. സാധാരണയായി ഒരു തിയേറ്ററുകൾ ഇപ്പോൾ അവശേഷിക്കുന്നില്ല എന്നും പരമാവധി നിരക്ക് 200 രൂപയാക്കിയ ഡിവിഷണൽ ബെഞ്ച് നടപടിക്കൊപ്പമാണ് തങ്ങളെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. കേസിൽ കക്ഷികൾക്ക് സുപ്രീം കോടതി നോട്ടീസ് അയച്ചു. മൾട്ടിപ്ലക്സ് വിൽക്കുന്ന ഓരോ ടിക്കറ്റിനെയും ഓഡിറ്റബിൾ രേഖകൾ സൂക്ഷിക്കണമെന്നും ഓൺലൈനായും നേരിട്ടും ടിക്കറ്റ് വാങ്ങിയ വ്യക്തികളെ ട്രാക്ക് ചെയ്യാൻ പ്രാപ്തമാക്കണമെന്നും ഉൾപ്പെടെയുള്ള കർണാടക ഹൈക്കോടതിയുടെ നിബന്ധനകൾ സ്റ്റേ ചെയ്തു.